അകത്തോട്ട് ഫോൺ കൊണ്ട് കയറ്റാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് BR അംബേദ്കറിന്റെ ഒരു വലിയ ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. 4 ദിവസത്തെ ട്രിപ്പാണ്. ഹൈദരാബാദിലോട്ടാണ് പോകുന്നത്. നമ്മളുടെ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്. അപ്പം ഇപ്പം സമയം 3:30 കഴിഞ്ഞു. അപ്പം നമ്മളിത് ഇറങ്ങാൻ പോവാണ്. ഇവിടെ നിന്ന് നേരെ കിളിമാനൂർ പോകണം. കിളിമാനൂരിൽ നിന്ന് ബസ്സുണ്ട്. ബസ്സിൽ നേരെ എയർപോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റിലാണ് ഗൈസ് പോകുന്നത്. അപ്പം നല്ല എക്സൈറ്റഡ് ആണ്. ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. റെഡിയായി ഇറങ്ങി. ഇപ്പം രാവിലെ 3:30 ഗായ്സ്. അങ്ങനെ നമ്മൾ കിളിമാനൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് നേരെ എയർപോർട്ട്. ബാക്കി എല്ലാവരും അവിടെ എങ്ങാണ്ടൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് ഗായ്സ്. അങ്ങനെ ബസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ട്രിവാൻഡ്രത്തോട്ട് പിടിക്കാം ഗായ്സ്. അങ്ങനെ നമ്മളിതാ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ലഗേജൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് ലഗേജൊക്കെ എടുത്തെടുത്ത് അകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ നടന്ന് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. D1 നമ്മുടെ എൻട്രി വരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആദ്യമായിട്ട് എയർപോർട്ടിൽ കയറിയതിൻ്റെ ആ ഒരു കഴപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗൈസ് എൻ്റെ ചുറ്റുമുള്ള ആ ഒരു വ്യൂ. ഇനി നമ്മുടെ ലഗേജ് എല്ലാം എക്സ്റേ സ്കാൻ ഏറ്റുവാണ്. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് ബാഗ് കൊടുത്ത് നമ്മൾ നേരെ അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ് ഗായ്സ്. അങ്ങനെ ലഗേജും കയറ്റി വിട്ട് ബോർഡിംഗ് പാസ് കൊടുത്ത് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗ് എല്ലാം ചെക്ക് ചെയ്യണം ഗൈസ്. അങ്ങനെ ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയി. ഇതാണ് എൻ്റെ ബോർഡിംഗ് പാസ്. അങ്ങനെ നമ്മളിത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 8:30 എന്തോ ആണെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പ് കഴിഞ്ഞു. നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ആ ഒരു ക്യൂവിലാണ് ഗൈസ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെയധികം എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസും ചെക്ക് ഇൻ ചെയ്ത് അകത്തേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫ്ലൈറ്റ് ഗ്രൗണ്ടൊക്കെ കണ്ടു തുടങ്ങി. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റിലോട്ട് കയറുന്ന ആ ഒരു വേയിലാണ്. അവിടെയായിട്ടൊരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. നമ്മൾ ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ് ഗൈസ് പോകുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഇതാണ്ട് ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ട്. നമ്മളിത് കയറാനായിട്ട് പോവുകയാണ്. ബോർഡിംഗ് പാസും ചെക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. അവിടെ ക്യാബിൻ ക്രൂ ചേച്ചിമാരൊക്കെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ടൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഗൈസ് അങ്ങനെ വിമാനത്തിൽ കയറിയിരിക്കുകയാണ്. അമ്പടും ഗായത്രിയും ഞാനും അച്ഛനുമാണ് ഒരേ സീറ്റ് വന്നിരിക്കുന്നത്. കണ്ണന് മുന്നിട്ടുണ്ട്. ഫ്ലൈറ്റ് എടുത്തു ഗൈസ്. ഓ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മളിതാ ഹൈദരാബാദ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മളത് ഹാൻഡ് ബാഗൊക്കെ എടുത്ത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. ഇവിടെ നിന്ന് ഇൻഡിഗോയുടെ തന്നെ ബസ്സിലാണ് നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മളിത് ബസ്സിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് എയർപോർട്ടിനകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി ലഗേജൊക്കെ എടുക്കണം. ഓരോരുത്തരുടെ ലഗേജായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് തന്നെ നമ്മുടെ ലഗേജിന് കണ്ടുപിടിക്കണം. ബാഗിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് 1 മണിക്കൂറായി. ഇപ്പോഴാണ് ഗൈസ് ബാഗ് വന്നത്. അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് വെളിയിലോട്ട് നടക്കുവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എയർപോർട്ടിനുള്ളിലത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ വണ്ടിക്ക് വേണ്ടി വെയിറ്റിങ്ങിന് ഇങ്ങനെ നടക്കുവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പം നമ്മൾ ഇതിനകത്താണ് നമ്മൾ ഇനി നേരെ
സൈറ്റ് വ്യൂയിങ്ങിന് പോകുന്നത്. അങ്ങനെ നമ്മളിതാ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ അടുത്ത കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു ചായയും വടയും കുടിച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ചായക്കടയിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും സമൂസയും ചായയും ക്രീമണ്ണും അങ്ങനെ പലതരം ഐറ്റംസ് എല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് വേണം നമ്മൾക്കിനി സൈറ്റ് വ്യൂയിങ്ങിന് പോകാനായിട്ട്. അങ്ങനെ നമ്മളിതാ റൂമിൽ വന്ന് ചെക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ റൂം. നമ്മൾ നേരെ അടുത്ത നമ്മളിതുവരെ ലൊക്കേഷനിലൊന്നും പോയില്ല. ഇപ്പൊ സമയം എത്ര മണിയാടോ? 1:30. അപ്പൊ 1:30 ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മളിനി നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ സ്പോട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പം പോവാം. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. ഏത് നേരെ തുറയടാ. എന്താണ് ബാത്റൂം ടൂറാണ് നടത്താൻ പോകുന്നത്. ബാത്റൂം ടൂർ. ഓ, പ്രീമിയം ബാത്റൂം. അയ്യോ, ഇതിനകത്ത് കുടിച്ചെന്തിനും കാണൂലേ? അയ്യോ, അപ്പൊ നമുക്കിനി നേരെ ആദ്യത്തെ ലൊക്കേഷനിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, എന്താണ് ഇവിടെ പരിപാടി? ബാർബർ ഷോപ്പ് ഇരിക്കുവാണോ? നമ്മളിതാ ഉച്ചക്കത്തെ ഫുഡ് അടിക്കാനായിട്ട് ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഹൈദരാബാദ് ബിരിയാണി. ഇത് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. ഗൈസ്, അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ എത്തിയിട്ടില്ല, അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ ആദ്യത്തെ ലൊക്കേഷൻ എത്തി. പേര് പറയടാ. ബിർള മന്ദിർ. അകത്തോട്ട് ഫോൺ കൊണ്ട് കയറ്റാൻ പറ്റത്തില്ല. ഇതാണ് ഗൈസ് ബിർള മന്ദിരത്തിന്റെ പുറത്തു നിന്നുള്ള ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഗൈസ്, നമുക്ക് ഫോണിന് ഇവിടെ വയ്ക്കണം. ഗൈസ്, ഇവിടെ എന്തോ പ്രശ്നമെന്ന് അറിയത്തില്ല. ഇവിടെ മേലോട്ട് ഫോൺ കൊണ്ട് കയറാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഫോൺ ഇവിടെ താഴെ വെച്ചിട്ടേ മേലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ആദ്യത്തെ ലൊക്കേഷൻ വിസിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ അടുത്ത സൈറ്റ് പിടിക്കാം ഗൈസ്. അങ്ങനെ നമ്മളിത് അടുത്ത ലൊക്കേഷനായ NTR ഗാർഡനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് BR അംബേദ്കറിൻ്റെ ഒരു വലിയ പ്രതിമയൊക്കെ കാണാം. NTR ഗാർഡനിലേക്കുള്ള എൻട്രിയിലോട്ട് വന്നേക്കുവാണ്. ഇവിടെ നല്ല രീതിക്ക് പോക്കറ്റ് അടിയൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അങ്ങനെ നമ്മൾ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് NTR ഗാർഡനിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പിൽ കൂടെ വെള്ളം വരുന്നു ഗൈസ്. സ്റ്റെപ്പൊന്നും അല്ല, വേറെ എന്തൊരു സംഭവം. സെറ്റ് ഗൈസ്. അപ്പോൾ ഇതാണ് NTR ഗാർഡൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു പ്രത്യേകതരം വൈബാണ് നമുക്ക് ഈ സ്പോട്ടിൽ കിട്ടുന്നത്. ഗൈസ്, നമുക്കിവിടെയായിട്ട് ചെറിയൊരു വിളക്കിൻ്റെ നിർമ്മിതിയൊക്കെ കാണാം. ഇത് സംഭവം തെലങ്കാനയും ആന്ധ്രയും തമ്മിൽ വിഭജിച്ച സമയത്ത് അതിനെ എതിർത്ത് നിന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. ഗൈസ്, നമ്മുടെ അടുത്ത ലൊക്കേഷനാണ് ലുംബിനി പാർക്ക്. ഗൈസ്, അങ്ങനെ NTR ഗാർഡൻ കഴിഞ്ഞിട്ട് നമ്മൾ ലുംബിനി പാർക്കിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു പൂൾ പോലത്തെ ഒരു സംഭവമൊക്കെ കാണാം. ഇവിടെയായിട്ടാണ് ബോട്ടിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മളൊരു ബോട്ടിങ്ങിൽ കയറാനുള്ള പ്ലാനിങ്ങിലൊക്കെ നിൽക്കുകയാണ്. സ്പീഡ് ബോട്ടിൽ കയറാം നമുക്ക്. ഗായ്സ്, നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറാൻ പോവാണ്. ടിക്കറ്റൊക്കെ എടുത്തു.
പറയും. ഞാനും അപ്പവും സാന്ദ്രയും കണ്ണനും കൂടാണ് സ്പീഡ് പൊട്ടി കയറാൻ പോകുന്നത്. ലൈഫ് ജാക്കറ്റ് കിട്ടും. കണ്ടിട്ട് പേടിയാവുന്നത്. അങ്ങനെ സ്പീഡ് ബോട്ട് സവാരി കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ഓലക്കീറൻ വെള്ളത്തുണി എടുത്തോട് എന്നെ മൂടാൻ. ഗായ്സ് കിടിലായിരുന്നു, കിടിലം. ഗായ്സ് ലേസർ ഷോ കാണാനായിട്ട് പോവുകയാണ്. ഗായ്സ് ലേസർ ഷോ കാണാൻ വേണ്ടി അരമണിക്കൂർ മുമ്പേ വന്നിരിക്കുന്ന കുറച്ച് യുവാക്കളെയാണ് നിങ്ങൾ കാണുന്നത്. ഗായ്സ് ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒന്നും കാണുന്നില്ല. ഓ കളർ വന്നു. ഹൈദരാബാദിന്റെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ? ലേസർ ഷോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. 5 വർഷത്തിന് ശേഷം ഹിസ്റ്ററി ക്ലാസ് മുഴുവനായിരുന്നു ഉറങ്ങിക്കേട്ട്. സംഭവം അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പൊ ഡേ 1 ഹൈദരാബാദ് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നേരെ റൂമിലോട്ട് പോയിട്ട് നാളത്തെ പരിപാടിയാണ്. തമ്പുരാൻ അറിയാം.